ചക്കയപ്പം. അതിനു വേണ്ടി നല്ല പഴുത്ത ചക്കച്ചുള നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല ചെറുതായിട്ട് അരിയണം. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കണം. അതിലോട്ട് ഈ അരിഞ്ഞു വെച്ച ചക്ക ഇട്ട് കൊടുക്കണം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത്രയും മതി. ഇനി വേവുമ്പം ചക്കയിൽ നിന്നും വെള്ളം ഇറങ്ങും. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ചെറിയ തീ ഇട്ടാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചു വേണം, ഇത് അടുക്കി പിടിക്കരുത്. നമ്മൾ കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചിട്ടുള്ളൂ. ഈ ചക്കയൊന്ന് വെന്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചക്ക വെന്തിട്ടുണ്ട്. ഇല്ല, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇത് ഈ തവി കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം. ഒരുപാടങ്ങ് ഉടയ്ക്കണ്ട. നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുമ്പം ചക്ക ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം. അതായിരിക്കും നല്ലത്. കുറച്ചൊന്ന് ഉടച്ചാൽ മതി. ഇങ്ങനെ ഇത്രയും മതി. ഈ ഇടയ്ക്കിടയ്ക്ക് ചക്ക ഇങ്ങനെ കാണണം കുറച്ച്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കണം. തീ ഓഫ് ചെയ്തേക്കാം. ഒരു പാത്രം അടുപ്പത്തിൽ വെക്കണം. ഇതിലോട്ട് 1 കപ്പ് ശർക്കര ചീകിയതായി എടുത്തിട്ടുള്ളത്, നല്ല ഡാർക്ക് കളറുള്ള ശർക്കര, അത് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് നല്ലതായിട്ട് തിളക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. ഈ ശർക്കര നല്ലതായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇത് തിളച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുത്താൽ ഇതിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടും. ഈ ചക്കയ്ക്കകത്തോട്ട് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഈ ചക്കയിൽ ഈ ശർക്കരപ്പാനി എല്ലാം ഒന്ന് പിടിച്ച് ഈ ചക്ക ശകലം കൂടെ ഒന്ന് വേവും. അതുവരെ ഒന്ന് ഇളക്കണം. ഇതിലോട്ട് 1 നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഒരു കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വഴറ്റി ഈ ഒരു പരുവാവണം. ആ ശർക്കരപ്പാനി കുറച്ചൊന്ന് വറ്റണം. ഈ ഒരു പരുവത്തിലിരിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടായ ചക്ക ഈ വഴറ്റി വെച്ചില്ലേ, അതിനകത്തോട്ട് 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, അതായത് നമ്മളുടെ ഇടിയപ്പം പത്തിരിപ്പൊടി ഇല്ലേ, ഞാൻ പാക്കറ്റിൽ അതാ എടുത്തിരിക്കുന്നത്, അതൊരു 1/2 കപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അതുപോലെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, അതും ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് തേങ്ങ ചിരവിയത്. എന്നിട്ടിത് ഈ ചൂടോട് തന്നെ നല്ലതായിട്ട് കുഴയ്ക്കണം. ഈ നല്ല ചൂടോട് തന്നെ ഇതിലിട്ട് കുഴയ്ക്കുമ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ ഞാനിവിടെ നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു കട്ടിയുള്ള തവി വെച്ച് കുഴച്ചെടുത്താൽ മതി. ഇങ്ങനെ ആ ചൂടോടുകൂടി ഇതിവിടെ ഇരിക്കട്ടെ. ഒന്ന് ആറി കഴിഞ്ഞിട്ട് നമുക്ക് ചക്കയപ്പം ഉണ്ടാക്കാം. ചക്കയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ വഴനയില എടുത്തിട്ടുള്ളത്. വഴനയില അല്ലെങ്കിൽ വഷ്ണയില എന്നൊക്കെ പറയത്തില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. ഇതിലുണ്ടാക്കുവാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും ഈ ഇലയിൽ ഉണ്ടാക്കിയാൽ. ഇതിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴയില വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതേപോലെ വാഴയില നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട് ഈ ഒരു സൈസിൽ ഇങ്ങനെ കീറിയെടുക്കണം. ഒരു ഇഡ്ഡലിപ്പാത്രം അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അടിയിൽ. എന്നിട്ട് ഇഡ്ഡലി തട്ടിൻ്റെ ഒരു നമ്മുടെ മിഡിലത്തെ തട്ടില്ലേ, അത് വെച്ച് കൊടുക്കണം. ഇങ്ങനെ സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ മതി. ഇത് തിളച്ചിട്ട് ആവി വരട്ടെ. വഴനയില എടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് മാവ് വെച്ച് കൊടുക്കണം. ഒരു സ്പൂണ്. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. ഒരുപാട് വേണ്ട, ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ മടക്കണം, തിരിച്ച് ഇങ്ങോട്ടും മടക്കണം.
ഇങ്ങനെ അതേപോലെ ഓരോന്നും ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ വാഴയിലയിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ കീറിയെടുത്തൊരു വാഴയിലയിൽ ഇതുപോലെ നല്ലൊരു സ്പൂൺ വെക്കണം, 1 ടേബിൾ സ്പൂൺ. അതും ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ തിരിച്ച് അതുപോലെ ഇതിങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കണം. ഈ വെള്ളം നല്ലതായിട്ട് തിളച്ച് നല്ല സ്റ്റീമൊക്കെ വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ ചക്കയപ്പം എല്ലാം വെച്ച് കൊടുക്കണം. ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുക്കണം. ഈ ഭാഗം ഇങ്ങനെ വരുന്ന മാതിരി. ഇതിനി അടച്ച് വെച്ച് വേവിക്കണം. ചക്കയപ്പം വെന്തിട്ടുണ്ട്. ഇതിൽ ഇലയൊക്കെ ഇങ്ങനെ നിറം നല്ലതായിട്ട് മാറും. നല്ല മണമായിരിക്കും ഇത് വേവുമ്പോൾ ഈ ഇലയുടെ. നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.